കണ്ണൂർ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ മാഷിന്റെ പൂർവ്വകാല രാഷ്ട്രീയ ജീവിതത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് മാഷ് പല വേദികളിലായിട്ട് അക്രമ രാഷ്ട്രീയത്തെ ഇനി ചർച്ച ചെയ്യേണ്ടതില്ല, കേരളം ശാന്തമാണ്, ഇനി അത്തരം ഒരു ചർച്ചകൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസക്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആശയപരമായി സദാനന്ദ മാഷ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രതിയോഗികളുമുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആശയപരമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു എതിർപ്പ് ഇനി തുടരുമോ? ഇതിൽ ഒരു കാര്യം ഞാൻ ഈ താങ്കളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോർമ്മ, ഞാൻ പലയിടങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ സംഭവം എനിക്ക് നേരെ നടന്ന കൊടിയ ഈ ആക്രമണത്തിന് ശേഷം കുറേ അധികം മാസങ്ങൾ എനിക്ക് ഇതുപോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. കൃത്രിമക്കാലുകൾ വെച്ച് അത് ശരീരവുമായി പൊരുത്തപ്പെടുന്നതിന് കുറച്ച് കാലം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും പഴയതുപോലെ സംഘടനാ രംഗത്ത് സജീവമാകുന്നത്. ഒരു 3, 4, 5 ഒരു 6 മാസമെങ്കിലും അതിന് വേണ്ടി വന്നിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം. അങ്ങനെ ഞാൻ ആ നിലയ്ക്ക് വീണ്ടും സംഘടനാ രംഗത്ത് സജീവമാകുന്നതോടെയാണ് കോഴിക്കോട് ഒരു അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു പൊതുവേദിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ സെമിനാറിൽ എന്നോടൊപ്പം പങ്കെടുത്ത ഒരാൾ പ്രൊഫസർ MR ചന്ദ്രശേഖരനാണ്, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പോൾ ഈ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു പരിപാടി കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയും. MR ചന്ദ്രശേഖരൻ സാറ് പറഞ്ഞതാണ്. കാരണം കമ്മ്യൂണിസത്തിൽ അക്രമത്തിൻ്റെ ബീജമുണ്ട്. അതാണ് അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം. അതാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ബോധവൽക്കരണം നടത്തിയാലും എങ്ങനെയൊക്കെ ആശയപ്രചരണം നടത്തിയാലും കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നതിനേക്കാൾ മാർക്സിയൻ ആശയം, ആ ആശയത്തിൽ അക്രമത്തിൻ്റെ ബീജമുണ്ട് എന്ന് പറയുകയാണ്. അത് ആ ആശയം ഇല്ലാതാകുന്നതോടുകൂടി മാത്രമേ ഇല്ലാതാകൂ. ആശയം നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ ഒരുപക്ഷെ ഏറെയും കുറഞ്ഞും നിലനിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അതിനെതിരെ ചെറുത്തുനിൽപ്പ് വേണ്ടിവരും, അതിനെതിരെ ആശയസമരം വേണ്ടിവരും, അതിനെതിരെയുള്ള വൈചാരിക പരിവർത്തനത്തിന് വേണ്ട സാഹചര്യം ഒരുക്കേണ്ടി വരും. ഇത് സ്വാഭാവികമായ തരത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാഷിപ്പം പറയുമ്പോഴും ഭാരതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ മാർക്സിയൻ പ്രത്യയശാസ്ത്രം കുറച്ചുകൂടെ ഭദ്രമാണ് ഇന്ത്യയിൽ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ഒരു വശത്ത് നക്സലിസം അല്ലെങ്കിൽ മാവോയിസം എന്നുള്ള മട്ടിൽ അതിനെ കുറച്ചുകൂടി തീവ്രമായും, മറുവശത്ത് കുറച്ചുകൂടി മുതലാളിത്ത സ്വാധീനത്തിൽപ്പെട്ട് ശിഥിലമാവുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്രമേൽ സ്ട്രോങ് ആണോ? എങ്ങനെയാണ് ഒരു മാർക്സിയൻ ഐഡിയോളജി കേരളത്തിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ? തീർച്ചയായും ഇത് രണ്ടായിട്ട് കാണണം. കേരളത്തിലെ സാഹചര്യവും ഭാരതത്തിലെ സാഹചര്യവും രണ്ടായിട്ട് തന്നെ കാണണം. കാരണം സമാന സ്വഭാവമില്ല എന്ന് പറയാൻ കാരണം, ഒരു കാലത്ത് നമുക്കറിയാമല്ലോ 60കളിലും 70കളിലുമൊക്കെ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ വരെയുള്ള കാലഘട്ടത്തിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ജനാധിപത്യ വഴിയിലൂടെ സഞ്ചരിക്കുന്ന 2 രാഷ്ട്രീയ കക്ഷികൾക്ക് സാമാന്യം മോശമല്ലാത്ത സ്വാധീനം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ അത് ശോഷിച്ച് 3 സംസ്ഥാനങ്ങളായി ചുരുങ്ങി. ബംഗാൾ, ത്രിപുര, കേരളം, കേരളം, ബംഗാൾ, ത്രിപുര, ഇങ്ങനെ. അത് ത്രിപുരയും ബംഗാളും നാമാവശേഷമായി കഴിഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്ങനെ തന്നെ വിദ്യാനികേതൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തൊരു ഇത് കേട്ടിട്ടുണ്ട്. BJP ഓഫീസുകളായത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ബംഗാൾ അത് അടഞ്ഞ അധ്യായമായി. അതുപോലെ ത്രിപുരയും ആ നിലയ്ക്ക് തന്നെയായി. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് തുടങ്ങിയ മേഖലകളിലുള്ള ഈ മാവോയിസ്റ്റ് പ്രവർത്തനം അത് കുറച്ചാണെങ്കിലും നമ്മൾ പറയാറില്ലേ, നഞ്ഞെന്തിന് നാനാഴി എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള അനുഭവങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. പക്ഷേ ഇതിനൊന്നും കേരളത്തിലേതുമായി ബന്ധം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഈ അടുത്ത് നന്ദേട്ടൻ്റെ രസകരമായൊരു പ്രയോഗം കേട്ടു, കമ്മ്യൂണിസമല്ല കണ്ണൂരിസമാണ് എന്ന്. അപ്പോൾ കേരളത്തിലും കണ്ണൂരിൻ്റെ ഒരു ഇസമുണ്ട്, കേരളത്തിൻ്റെ മറ്റൊരു ഇസമുണ്ട്. അപ്പോൾ ആകപ്പാടെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രതിഭാസമായി ഇത് മാറിക്കഴിഞ്ഞു. എന്നാലും ഈ പറയുന്ന
മനുഷ്യത്വ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും അങ്ങിങ്ങായി നടക്കുന്നുണ്ട്. അത് സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ചില സാംസ്കാരിക തലത്തിലൊക്കെ ഞങ്ങളാണ് എന്ന തരത്തിലുള്ള അതൊക്കെ നടക്കുന്നുണ്ട്. അതിനെതിരെ സ്വാഭാവികമായ ചെറുത്തുനിൽപ്പും പ്രതിരോധവും അത് മറ്റർത്ഥത്തിലല്ല, ആശയപരമായ തലത്തിൽ 100% ശക്തിയോടെ തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം ഭാരതത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ മോദി സർക്കാരിൻ്റെ ആദ്യത്തെ പദ്ധതി. സ്വച്ഛ ഭാരത് പദ്ധതിയാണ്. മാലിന്യങ്ങളെ തുടച്ചു നീക്കി ശുദ്ധീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് മേലെയുള്ള മാലിന്യം തന്നെയാണ് മാർക്സിയൻ ആശയങ്ങൾ. അതിനെ ഇല്ലാതെ തന്നെ ആക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തിൻ്റെ ശോഭയാർന്ന ഉയർപ്പ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പുരോഗമനപരമായ കാര്യങ്ങൾ, ഭൂപരിഷ്കരണം പോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടത്തിയതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടിയാണ് ഇപ്പോൾ ഈ ഭരണത്തിൽ തുടരാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്, പാർലമെന്ററി രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു എന്താ പറയുക, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ സംഘടിത ശക്തിയായി രൂപപ്പെട്ട് വന്നിട്ടില്ലേ? അതിനെ പൂർണ്ണമായി തിരസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. അത് പക്ഷേ നമുക്കറിയാലോ, പാശ്ചാത്യ നാടുകളിലൊക്കെ, ഫ്രാൻസിലാവട്ടെ അമേരിക്കയിലാവട്ടെ, ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടതും ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയ അല്ലെങ്കിൽ ബലമേകിയ വിശ്വാസ പ്രമാണങ്ങൾ മനുഷ്യത്വമായിരുന്നു. മനുഷ്യത്വം എന്ന് നമുക്കതിനെ അത് ഇടത് പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയിലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന നമ്മൾ പറയാറുണ്ടല്ലോ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ, അനേകം നവോത്ഥാന നായകന്മാർ, അയ്യ വൈകുണ്ഠസ്വാമികൾ മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പും ഉണ്ടാകും, നമുക്കറിയാത്തതായിട്ടുള്ള അനേകം ചരിത്രങ്ങളുണ്ടാകും. അവർ ആരംഭിച്ച സാമൂഹ്യ നവോത്ഥാനം, അവർ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് കമ്മ്യൂണിസം എന്ന വിത്ത് പാകുന്നത്. അത് തഴച്ചു വളരുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രതിഭാസം എന്ന് കാണുന്നത് ശരിയാണ്. ഭൂപരിഷ്കരണ നിയമം വളരെ നല്ല ചുവടുവയ്പ്പാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത്, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉടലെടുക്കുന്നതിന് മുമ്പാണ് ഛത്രപതി ശിവാജി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ സ്ഥാപനത്തിന് ശേഷം ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. രാജഭരണത്തിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന അനേകം പ്രദേശങ്ങൾ വനവാസികളായിട്ടുള്ള സഹോദരങ്ങൾക്ക്, കർഷകന്മാർക്ക് പതിച്ചു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം അഷ്ടപ്രധാൻ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ജനാധിപത്യം എന്താണെന്ന് ശിവാജി പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രീരാമൻ്റെ കാലത്ത് ശ്രീരാമസങ്കല്പം നമുക്ക് രാമരാജ്യ ഭണ്ഡാർ എന്നൊരു പ്രയോഗമുണ്ട്. എന്താണത്? രാമരാജ്യത്തിൽ ഈ പറയുന്ന ഭണ്ഡാരം ഏവർക്കും സുതാര്യമായി കൈകാര്യം ചെയ്യാവുന്ന, നമ്മളിപ്പോൾ ഒരു കച്ചവട കേന്ദ്രമാണെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നു, അതിൻ്റെ വിലയായിട്ട് ഒന്നുകിൽ സാധനമായിട്ടോ സാമഗ്രികളായിട്ടോ പകരം അവിടെ വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ധർമ്മരാജ്യം എന്ന രീതിയിലേക്ക് നമ്മൾ ഉയരുന്നത്. അപ്പോൾ ഇത് ഭാരതത്തിന് പുതുമയുള്ളതല്ല. ഭൂപരിഷ്കരണമാകട്ടെ, ജനാധിപത്യമാകട്ടെ, സമത്വഭാവനയാകട്ടെ, ഭാരതത്തിന് പുതിയതല്ല. സർവധർമ്മ സമഭാവന എന്നത് മതേതരത്വത്തിന് പകരമായിട്ട് സർവധർമ്മ സമഭാവനയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് കേവലം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല. ഏത് ധർമ്മവുമാകട്ടെ ആ ധർമ്മത്തെ സമഭാവനയോടെ കാണുക, ഇത് ഭാരതത്തിനുണ്ടായിരുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ, അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉദ്ബോധനങ്ങൾ 1000 ആണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉയർന്നിട്ടുണ്ട്. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ആർക്കും അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇത് കേവലം പ്രാർത്ഥന മാത്രമായിരുന്നില്ല. അതിൻ്റെ പ്രയോഗവൽക്കരണം, അതനുവർത്തിച്ചു വരുന്ന സംവിധാനങ്ങളൊക്കെ അനുവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് മാർക്സിസത്തിൻ്റെ സംഭാവനയല്ല. ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയോടൊപ്പം സഞ്ചരിച്ച ആളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളെ ആവേശം കൊള്ളിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു ഈ പറഞ്ഞതൊക്കെ. സോഷ്യലിസം, ജനാധിപത്യം, സ്വാതന്ത്ര്യം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് പൂർണ്ണമായിട്ടും അതിനെ നമുക്ക് പ്രത്യയശാസ്ത്രപരമായ ചട്ടക്കൂടിനല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആശയപരമായി കൺസീവ് ചെയ്ത കാര്യങ്ങളെ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ 7ാം ക്ലാസ് കാലഘട്ടം മുതൽ എൻ്റെ അച്ഛനൊരു പഴയകാല കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായിരുന്നു, പ്രവർത്തകനുമായിരുന്നു. എൻ്റെ മൂത്ത സഹോദരനും ആ വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ്. സ്വാഭാവികമായിട്ടും ഞാനും ആ വഴിയിലേക്ക് നീങ്ങി. 7ാം ക്ലാസ് മുതൽ എൻ്റെ നോട്ട് പുസ്തകത്തിൻ്റെ പിൻഭാഗത്തൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചുവന്ന റീഫിൽ, മഷിയുള്ള റീഫിൽ വാങ്ങി വരച്ചൊക്കെ എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ചുവരലടിയും വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ആ നിലയ്ക്ക് ഇടതുപക്ഷ ആശയത്തോടൊപ്പം ഈ പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ കേൾക്കുമ്പോഴുണ്ടായിരുന്ന ആവേശം പലപ്പോഴും അതിന് വ്യതിയാനം സംഭവിക്കുന്നത് ഞാൻ പറയാറുണ്ട്, ചില നിമിത്തങ്ങൾ പറയാറുണ്ട്. മഹാകവി അക്കിത്തം എഴുതിയ ഉജ്ജ്വലമായ ഒരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിനും ഈ പറയുന്ന ഭാരതീയ ദർശനങ്ങളുടെ ശാസ്ത്രശുദ്ധത മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉജ്ജ്വല ലേഖനം അത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു അത് 83-ലോ 82-ലോ മറ്റോ ആണ്. ഞാൻ അടുത്തുള്ള വായനശാലയിൽ നിത്യസന്ദർശകനൊക്കെ ആയിരുന്നു. അങ്ങനെ വായിച്ചൊരു ലേഖനമാണ്. അതിൽ അതിമനോഹരമായി ഭാരതീയ സംസ്കൃതിയുടെ നാനാവശങ്ങളെ പരാമർശിക്കുന്നതായിരുന്നു, അതിൻ്റെ പ്രതിപാദ്യമതായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കേട്ടുകൊണ്ട് ആവേശം കൊണ്ട് ഈ ആശയങ്ങൾ ഇതിനേക്കാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പുതുമയുള്ളതല്ല. പക്ഷേ ഈ പറയുന്ന ആശയങ്ങൾക്ക് പ്രായോഗിക സമീപനങ്ങളുമായി പുലബന്ധവുമില്ല എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്, ആശയങ്ങളും പ്രവർത്തനങ്ങളും സമന്വയിപ്പിക്കുക തന്നെ വേണം എന്ന് ബൗദ്ധിക സത്യസന്ധത ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ദേശീയ ആശയങ്ങളിൽ ആകൃഷ്ടനാവുന്നതും പിന്നീട് അതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്.